എല്ലാ കൂട്ടുകാർക്കും മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയ ചില്ലി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അത് എനിക്കൊരു പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനമാണ്. ഇന്ന് നമ്മൾ മലയാളികളുടെ ഫേവറേറ്റായ പരിപ്പുവട സിമ്പിളായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ പരിപ്പാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന സാമ്പാർ പരിപ്പാണ്. ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. കൂടാതെ മീഡിയം സൈസിലുള്ള 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10 അല്ലി, വറ്റൽമുളക് ഒരു 5 എണ്ണം, 2 തണ്ട് കറിവേപ്പില, 2 കഷ്ണം ഇഞ്ചി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടാതെ മൈദ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്. വെളിച്ചെണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പരിപ്പ് കുതിർത്ത് കഴുകി വെള്ളം വാർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ അരച്ചെടുക്കുക. അത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് അരഞ്ഞു പോകരുത്. അതിലേക്ക് അത് ഒരു മിക്സിയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക് അരിഞ്ഞത്, അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കുക. നമ്മൾ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഗ്യാസിൻ്റെ പ്രശ്നം പരിപ്പ് ഉപയോഗിക്കുമ്പോൾ സാധാരണ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ അത് കുറയ്ക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ മൈദ കൂടി ചേർക്കാം. മൈദ ചേർക്കുന്നത് പരിപ്പുപൊടി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് അടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ 1 സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ചെറുതായിട്ട് പരിപ്പുവട ഒന്ന് പരത്തി നോക്കുക. പരത്തുമ്പോൾ കയ്യിൽ നിൽക്കുന്നുണ്ട്, ഒടിഞ്ഞു പോകുന്നില്ല എന്ന രീതിയിൽ നമുക്ക് കുഴപ്പമില്ല. അതല്ല, അത് ഒടിഞ്ഞു പോകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ, അടന്നു പോകുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ഒരു 1/2 സ്പൂൺ മൈദയും കൂടി ഒന്നുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് വട പരത്താം. പരത്തി 3-4 പരത്തി വെച്ചതിന് ശേഷം എണ്ണ ചൂടാകാനായിട്ട് നമുക്ക് വയ്ക്കാം. അതിനുശേഷം ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു വടയൊന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഇടുമ്പോൾ നല്ല ഫ്ലെയിമിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല ഫ്ലെയിമിൽ നിൽക്കുമ്പോൾ തന്നെ വട ഇട്ട് നോക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വട തിരിച്ചും മറിച്ച് നോക്കിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ഒന്ന് പാകമായും തോന്നിയാൽ ഒരെണ്ണം എടുത്ത് ആദ്യമായിട്ട് നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് ഒടിച്ച് നോക്കുക. അത് പാകത്തിനായി അകമൊക്കെ വെന്തുന്നൊരിക്കൽ കുഴപ്പമില്ല. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കാം. അതല്ല, വെന്തില്ല എന്ന് നമുക്ക് തോന്നുന്നൊരിക്കൽ ഫ്ലെയിം ഇച്ചിരി കൂടി കുറച്ച് വയ്ക്കുക. കാരണം ഓരോരുത്തരുടെയും ഫ്ലെയിം പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വടകൾ ഓരോന്നും നമുക്കങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അവരവരുടെ പാകത്തിന് അത് എടുത്ത് ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായുള്ള കാര്യമാണ് പരിപ്പുവട. ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.